LPG വില വർധനവ് സാധാരണ ജീവിതത്തെ അടിമുടി ബാധിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങളും ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങളും ഇന്ത്യയുടെ ഇന്ധന മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കടുത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വിതരണ ശൃംഖലയെ തന്നെ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ ഇപ്പോൾ വ്യക്തമായി കാണപ്പെടുന്നു. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളുടെ വില ഉയരുന്നതിന് പ്രധാന കാരണമായി അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും വിതരണത്തിലെ തടസ്സവുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യ തന്റെ ഊർജാവശ്യങ്ങളുടെ വലിയൊരു പങ്ക് ഇറക്കുമതിയിലൂടെ നിറവേറ്റുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് ഇന്ത്യയിൽ വലിയ തോതിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ യുദ്ധ സാഹചര്യങ്ങളും കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ വലിയ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുക്കിയ വില പ്രകാരം ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 14 കിലോഗ്രാം LPG സിലിണ്ടറിന് 60 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഒരു സിലിണ്ടറിന്റെ വില ഏകദേശം 920 രൂപയെ ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഉപയോക്താക്കൾക്ക് ഡെലിവറി ചാർജ് ഉൾപ്പെടെ നൽകേണ്ടി വരുന്ന യഥാർത്ഥ തുക 1000 രൂപയ്ക്ക് മുകളിലാണ്. 2025 ഏപ്രിലിന് ശേഷം ആദ്യമായാണ് ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ ഇത്രയും വലിയ വർധനവ് രേഖപ്പെടുത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിനൊപ്പം തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം സിലിണ്ടറുകളുടെ വിലയും 115 രൂപ വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ വില വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ചെറുകിട വ്യാപാര മേഖലയാണ്. പ്രത്യേകിച്ച് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇപ്പോൾ വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ധന വിലയിൽ തുടർച്ചയായ വർധനവ് ഉണ്ടാകുന്ന സാഹചര്യം രാജ്യത്തെ സാധാരണ ജനജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില 49 രൂപയും അതിനു മുമ്പ് ജനുവരിയിൽ 111 രൂപയും വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ മാർച്ചിലെ പുതിയ വർധനവ് കൂടി വന്നതോടുകൂടി വിപണിയിലെ സാധന സാമഗ്രികളുടെ വിലയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ സിലിണ്ടറുകളുടെ വിതരണത്തിലും സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. LPG റീഫില്ലിനായി എണ്ണ കമ്പനികൾ ഇപ്പോൾ 21 ദിവസത്തെ ലോക്ക് ഇൻ പീരീഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കുറഞ്ഞത് 21 ദിവസം കാത്തിരിക്കേണ്ടി വരും. സംഘർഷം മൂലം ഇന്ധനക്ഷാമം ഉണ്ടാകാമെന്ന ആശങ്കയിൽ ആളുകൾ കൂട്ടത്തോടെ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് തടയാനാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. വാണിജ്യ സിലിണ്ടറുകൾക്ക് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നതോടെ ഹോട്ടലുകൾക്കും ക്യാന്റീനുകൾക്കും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ധന പ്രതിസന്ധി നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടലും ആരംഭിച്ചിട്ടുണ്ട്. അവശ്യ സാധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊപ്പൈൽ, ബൂട്ടൈൻ എന്നിവയുടെ ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ എണ്ണ ശുദ്ധീകരണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ എണ്ണ കമ്പനികളുടെ കൈവശമുള്ള അധിക സ്റ്റോക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ വിതരണം ചെയ്യാവൂ എന്നും മറ്റു വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ LPG ഉപയോഗത്തിന്റെ ഏകദേശം 2/3 ഭാഗവും ഇറക്കുമതിയിലൂടെയാണ് എത്തുന്നത്. അതിനാൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ സർക്കാരിന്റെ മുമ്പിൽ മറ്റു വഴികൾ വളരെ കുറവാണ്. ലോകത്തിലെ 2ാമത്തെ വലിയ LPG ഇറക്കുമതി രാഷ്ട്രമാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 33.15 ദശലക്ഷം മെട്രിക് ടൺ പാചകവാതകമാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. ഇതിൽ 85 മുതൽ 90% വരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ ഈ മേഖലയിൽ യുദ്ധം, കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന സാഹചര്യം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ വില വർധനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും അധികമായി സംഭരണം നടത്താൻ ശ്രമിക്കാതെ സാധാരണ രീതിയിൽ ഉപയോഗം തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വാർത്തകൾ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.